സുരേന്ദ്രൻ്റെ കേരള യാത്രയോടെയാണ് കാര്യപരിപാടികളിലേക്ക് കടക്കുന്നത്. കോഴിക്കോട് കോടതി വളപ്പിലാണ് ഇന്നത്തെ സ്വീകരണം. ഇവിടെ ജനാധിപത്യ അവകാശങ്ങളെല്ലാം സർക്കാർ ക്രൂരമായിട്ടുള്ള പീഡനങ്ങളിലൂടെ അടിച്ചമർത്താൻ ശ്രമിക്കുകയാണ്. പൗരാവകാശങ്ങൾ മുഴുവൻ നിഷേധിക്കുകയാണ്. കള്ളക്കടത്തുകാരായ MLA-മാർക്ക് ചുവപ്പ് പരവതാനി വിളിക്കുന്ന പിണറായി വിജയൻ ശബരിമല സംരക്ഷണത്തിന് വേണ്ടി പോയിട്ടുള്ള ഭക്തജനങ്ങളോട്, തീർത്ഥാടകരോട് അങ്ങേയറ്റത്തെ ലോക്കൽ പോലീസ് തൊടാൻ പാടില്ല. കസ്റ്റഡി ഉദ്യോഗസ്ഥന്മാരല്ലാതെ നെയ്യാറ്റിൻകരയിൽ വെച്ചിട്ട് എന്നെ കൈപിടിച്ച് ലോക്കൽ പോലീസ് എന്നെ തൊടാൻ പാടില്ല. മനസ്സിലായല്ലോ? കസ്റ്റഡി 5 പേരുണ്ട്, അവർ കൊണ്ടുപോകും. പോലീസ് വളരെ ക്രൂരമായിട്ടുള്ള നിലപാടാണ് എടുക്കുന്നത്. എല്ലാ പൗരാവകാശങ്ങളും ലംഘിക്കുകയാണ്. സംസാരിക്കാൻ പോലും അവകാശം നൽകുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ സ്വർണ്ണക്കള്ളക്കടത്തുകാരായിട്ടുള്ള MLA-മാർക്ക് പരവതാനി വിരിക്കുന്ന സർക്കാരാണ് ശബരിമല തീർത്ഥാടകരെ പീഡിപ്പിക്കുന്നത്. അതുകൊണ്ട് ജനാധിപത്യപരമായി ഒരു പൗരന് കിട്ടേണ്ട എല്ലാ അവകാശങ്ങളും ഒരു കസ്റ്റഡി പ്രതിക്ക് കിട്ടണം. സംസാരിക്കാൻ പാടില്ല. മറ്റെല്ലാ കേസുകളിലും ഇവിടെ സരിത ഉമ്മൻചാണ്ടിക്കും KC വേണുഗോപാലിനെതിരെ കേസ് കൊടുത്തിട്ട് മാസം 4 എന്താണ് അവരെ കുറിച്ച് അന്വേഷിക്കാത്തത്? എന്താ കേസ്? മുഖ്യമന്ത്രിയുടെ പകയാണ്. കാരണം പിണറായി വിജയനെ വിമർശിക്കുന്നതിലുള്ള വിദ്വേഷമാണ്, ഫാസിസ്റ്റ് സമീപനമാണ്, സ്റ്റാലിനാണ്, ആധുനിക സ്റ്റാലിനാണ് പിണറായി വിജയൻ. ഇത് അധികകാലം പോയില്ല, 2 വർഷം കൂടി മാത്രം. ഇത് ബംഗാളിലും ത്രിപുരയിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. എല്ലാ പൗരാവകാശങ്ങളും ലംഘിക്കുകയാണ് ഈ സർക്കാർ. പൗരാവകാശ ലംഘനത്തിനെതിരെ ഭയപ്പെടില്ല, മുട്ടുമടക്കില്ല. ഏത് തരത്തിലുള്ള അതിക്രമം ഉണ്ടായാലും അതിനെതിരെ തല ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകും. മുട്ടുമടക്കുന്ന പ്രശ്നമേ ഇല്ല. ലോക്കൽ പോലീസ് എന്നെ പിടിക്കരുത്, ലോക്കൽ പോലീസ് പീഡിപ്പിക്കരുത്, എന്നെ കസ്റ്റഡി പോലീസ്, ലോക്കൽ പോലീസ് തൊടാൻ പാടില്ല. ഞാൻ ഉറച്ച നിലപാടില്ല. ലോക്കൽ പോലീസ് തൊടാൻ പാടില്ല. ലോക്കൽ പോലീസുകാർ എന്നെ തൊടരുത്. ഞാൻ ആദ്യം പറഞ്ഞതാണ്, എന്നെ കസ്റ്റഡി പോലീസിന് മാത്രമേ ഇവിടെ കൊണ്ടുവരുന്ന അധികാരം. ലോക്കൽ പോലീസ് നെയ്യാറ്റിൻകരയിൽ വെച്ചിട്ട് എന്നെ പീഡിപ്പിച്ചിട്ടുണ്ട്. കൈ ഇപ്പോഴും പൊങ്ങുന്നില്ല. നെയ്യാറ്റിൻകരയിൽ DYFI പോലീസുകാർ എന്നെ പിടിച്ചു വലിക്കുകയാണ് ചെയ്തത്. പോലീസിന്റെ DYFI പണി എന്റെ അടുത്ത് വേണ്ട. ഇതിനിടയിൽ ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം സുരേന്ദ്രൻജി കണ്ടെത്തി കഴിഞ്ഞു എന്നതാണ് ഇതിൻ്റെ ഒരു ഗുണവശം. മുഖ്യമന്ത്രിയുടെ പകയാണ്. കാരണം പിണറായി വിജയനെ വിമർശിക്കുന്നതിലുള്ള വിദ്വേഷമാണ്, ഫാസിസ്റ്റ് സമീപനമാണ്, സ്റ്റാലിനാണ്, ആധുനിക സ്റ്റാലിനാണ് പിണറായി വിജയൻ. പോരാളിക്ക് ആവേശം പകരാൻ ഗ്രൂപ്പ് നേതാവ് വരുന്നുണ്ട്. കെ സുരേന്ദ്രൻ ഒരു ക്രിമിനൽ കുറ്റവും ചെയ്തതിൻ്റെ പേരിലല്ല ഈ പീഡനം അനുഭവിക്കുന്നത്. അദ്ദേഹത്തിനെതിരായിട്ട് സർക്കാർ ആസൂത്രിതമായിട്ടുള്ള കേസുകൾ ഒന്നിനു പിറകെ ഒന്നായിട്ട് ചുമത്താനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലം അതിൽ മുഖ്യമന്ത്രിയാണോ നേരിട്ട് അതിൻ്റെ ചരട് വലിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഓഫീസാണോ അതോ പോലീസാണോ എന്നുള്ള സംശയം കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായിരുന്നു. എൻ്റെ ഓഫീസിന് തീരാത്ത പണി അവിടെ തന്നെയുണ്ട്. അപ്പോൾ ഇയാളുടെ കേസ് നോക്കലല്ല നമ്മുടെ ഓഫീസിൻ്റെ പണി. ആ ഓഫീസിന് സാധാരണ എടുക്കേണ്ട പണിയേ ഉള്ളൂ. പക്ഷേ മുരളീധർജിയെ പോലെ വൈകാരികമായല്ല പാർട്ടി പ്രസിഡന്റ് പ്രതികരിക്കുന്നത്. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ഭക്തന്മാർക്കെതിരായ കള്ളക്കേസുകളെല്ലാം പിൻവലിക്കുക. കള്ളക്കേസിൽ കുടുങ്ങിപ്പോയ നിരവധി ഭക്തരിൽ ഒരാളായി മാത്രമേ സുരേന്ദ്രനെ ശ്രീധരൻപിള്ള കാണുന്നുള്ളൂ. ഏതായാലും കേസ് പിൻവലിക്കണം എന്ന ആ ആവശ്യം നടപ്പിലാവും എന്ന് തോന്നുന്നില്ല. കാരണം നമ്മുടെ നാട്ടിലെ നിയമവാഴ്ച അനുസരിച്ച് നിയമവിരുദ്ധമായി കാര്യങ്ങൾ ചെയ്താൽ അതിൻ്റെ ഭാഗമായി കേസുകളും നടപടികളും ഉണ്ടാകും. അത് പിൻവലിക്കണമെന്നും പറഞ്ഞ് സമരം നടത്തിയാൽ അതിൻ്റെ അന്ത്യം എന്തായിരിക്കും എന്നത് ഈ നേരത്തെ നടത്തിയ സമരം പോലെ തന്നെ അതിൻ്റെ അനുഭവം എന്താകും അവർ ആദ്യം തന്നെ മനസ്സിലാക്കിക്കൊള്ളണം. ശ്രീമാൻ പിണറായി വിജയൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും യുവജന പ്രസ്ഥാനങ്ങളുടെ നേതാവൊക്കെ ആയിരുന്ന ആളാണ്. ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയാണെന്നുള്ളത് ഇരിക്കുമ്പോൾ അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് കൂടി അദ്ദേഹം ഓർമ്മിക്കണം. ഇതിലൊന്നും സർക്കാരിൻ്റെതായ ഒരു പിടിവാശിയുടെ ഭാഗമായിട്ട് വരുന്നതല്ല. നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ചില സമ്പ്രദായങ്ങളുണ്ട്, നീതി നിർവഹണ സംവിധാനങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ നടക്കും. അതാണ് സംഗതി. അത്രയേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ചില സമ്പ്രദായങ്ങളുണ്ട്.
അതൊക്കെ അനുഭവിച്ചറിയാൻ എല്ലാവർക്കും അവസരം കിട്ടുന്നു എന്ന് കണ്ടാൽ മതി. അത്രയേ ഉള്ളൂ. മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന കേരളത്തിലെ ജനങ്ങൾ, ജനാധിപത്യ ബോധമുള്ള ജനങ്ങൾ, അങ്ങനെയുള്ള ജനസമൂഹം ഈ തരത്തിൽ ഒരാളെ ഒറ്റപ്പെടുത്തി വേട്ടയാടാനുള്ള ശ്രമം, ആ ശ്രമം ഒരു കാരണവശാലും അനുവദിക്കില്ല. കേരളത്തിന് പുറത്ത് ഏതോ ഒരു ജയിലിൽ വിചാരണ കാത്ത് വർഷങ്ങളായി കഴിയുന്ന ഒരാൾക്ക് വേണ്ടി കേഴുന്നത് പോലെ തോന്നുന്നില്ലേ? കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത് അദ്ദേഹത്തെ രാത്രിയിൽ ഈ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ള നീക്കങ്ങൾ നടത്തുന്നു, അത് അദ്ദേഹത്തെ അപകടപ്പെടുത്താനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ് എന്ന് സംശയമുണ്ട് എന്നാണ്. കാരണം കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയിൽ നിന്ന് കണ്ണൂരേക്ക് കൊണ്ടുവന്നപ്പോൾ കണ്ണൂർ ജയിലിൽ എത്തിക്കണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് അന്ന് പോലീസ് അദ്ദേഹത്തെ കൊണ്ടുവരാൻ ശ്രമിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ഒരാൾക്ക് അതനുസരിച്ചിട്ടുള്ള യാത്രാ സൗകര്യം ഉണ്ടാകേണ്ടതാണ്. അബ്ദുൽ നാസർ മദനിയെക്കുറിച്ചൊന്നുമല്ല കേട്ടോ ഈ പറയുന്നത്. സുരേന്ദ്രൻ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരാളല്ല. കുറ്റവാളിയാണെന്ന് ശിക്ഷിക്കപ്പെടുന്നത് വരെ എല്ലാവരും കുറ്റം ചെയ്യാത്തവരായിട്ട് കണക്കാക്കണം എന്നുള്ളതാണ് നിയമം അനുശാസിക്കുന്നത്. ന്യായം, തികച്ചും ന്യായം. സുരേന്ദ്രനോടായാലും അങ്ങനെ തന്നെ വേണം. മദനിയോട് ചെയ്ത അന്യായം സുരേന്ദ്രനോട് ആവർത്തിക്കരുത്. സുരേന്ദ്രൻ്റെ ആരോഗ്യസ്ഥിതി പരിഗണിച്ചുകൊണ്ട് തീവണ്ടിയിൽ അദ്ദേഹത്തെ കൊണ്ടുപോകാനുള്ള സംവിധാനം ഒരുക്കണം എന്നുള്ള ആവശ്യം ഇപ്പോഴും സർക്കാർ അംഗീകരിച്ചിട്ടില്ല. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ.